ഈ പിന്നെ വയനാട്ടിൽ മരിച്ച എന്ത് പാവം ജനങ്ങളെല്ലാത്തിൻ്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് നല്ല സങ്കടം വരും. അമ്മ ഇത് നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുവാണോ? ഞാൻ കൂട്ടി നോക്കിയാലോ? അവിയൽ വെച്ച് അതിന് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, കരിയാപ്പല കഴിച്ചിട്ടില്ല, ചുവന്നുള്ളി ചതച്ച് വിട്ടിട്ടില്ല. അമ്മ അതൊന്നും എങ്ങനെയാ കൂട്ടിയത്? ഞാൻ കൂട്ടിയിട്ടതിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ മോളെ. അത് അച്ഛനൊന്നും പറഞ്ഞില്ല ഇത് കൂട്ടിയിട്ടതിന്? അച്ഛൻ കൊടുത്തില്ല, അച്ഛൻ വന്നില്ലല്ലോ. ഈ മോരാണെങ്കിൽ പച്ചമോര്, ഈ തണുപ്പും പിടിച്ച് പച്ചമോരാ വെച്ചിരുന്നത്. അത് ഇച്ചിരി കാച്ചി വെച്ചിരുന്നാൽ വല്ല കുഴപ്പമുണ്ട്. അവൾ വീട്ടിൽ പോകേണ്ട ചെറുതേക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയേക്കുക. വേണ്ടിയൊരു കൂട്ടിയാൽ മതിയല്ലോ, ആർക്കും നിർബന്ധമില്ല. ഞാനത് കൂട്ടി നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ മോളെ. മോര് കാച്ചില്ല, മോര് പച്ചമോരാ. സമയമില്ലെന്ന് പറഞ്ഞു അവൾക്ക് കാച്ചാനെ, അതുകൊണ്ട് വൈകിട്ട് വന്നിട്ട് കാച്ചാൻ. അച്ഛന് കൊടുത്താൽ അച്ഛൻ പച്ചമോര് കൊടുത്താൽ കൂട്ടുപോകും. സർക്കാരിന് ഇന്നത്തെ കൂട്ടട്ടെ. പോയിട്ട് ഇന്ന് വരുമോ? ഇവൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. വന്നാൽ കൊള്ളാം. അമ്മയോട് പറഞ്ഞെങ്കിൽ വരുമെന്ന് പറഞ്ഞാൽ കൊള്ളാം. വരുമെന്ന് അവിടെ ഒരുക്കവും പോക്കവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. അവിയൽ വെക്കുന്ന കാര്യം പറഞ്ഞു. അമ്മയോട് ചോദിച്ചിട്ടാണോ അവിയൽ വെച്ചത്? അമ്മ പറഞ്ഞിട്ടാണോ ഈ അവിയൽ വെച്ചത്? അതൊന്നും എന്നോട് പറഞ്ഞില്ല. അവള് വെക്കുന്ന എന്നാന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു. ആ പച്ചക്കറി ഉണ്ടെങ്കിൽ ഒരു മെഴുക്കുവരട്ടിയും വെച്ച് വേറെ എന്തെങ്കിലും വെച്ച് അവിയൽ വെച്ച് ആ പച്ചക്കറി മൊത്തം അങ്ങ് ആ ഒരു ദിവസം കൊണ്ട് തീരുവല്ലേ. അമ്മ ഇന്ന് നമുക്ക് എന്നാ കറി വെക്കേണ്ടത്? എല്ലാം പച്ചക്കറി എല്ലാം കുറേശ്ശേ ഉള്ളേ. അപ്പോൾ ഒരു മെഴുക്കുവരട്ടി വെക്കാനും ഇല്ല, തോരൻ വെക്കാനുള്ളതില്ല, എല്ലാം കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് അവിയൽ വെച്ചാലോ? എന്നാന്ന് ഉള്ളതുപോലെ കൊച്ചെന്നാന്ന് വെച്ചാൽ അവിയലും വെച്ച് മോരും കാച്ചട്ടെ. ഇച്ചിരി പപ്പടവും കൂടെ കാച്ചാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ, നല്ലതല്ലേ? പോകട്ടെ, മോക്ക് പോകണ്ടേ? എനിക്ക് പോവുകയും ചെയ്യണം വൈകുന്നേരം. എന്നാൽ അങ്ങനെ ചെയ്യാം അല്ലേ? അവള് പോകാനായിട്ട് അവിടെ വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങുവാന്ന് തോന്നുന്നു. അവിടെ വീട്ടിൽ പോകാൻ ഒരുങ്ങുവാ. ഇവിടെ പണിയൊന്നും ഇല്ലേ? ഈ രാവിലെ ഇപ്പം അവൾക്ക് വീട്ടിൽ പോകാനായിട്ട് ഒരു പണിയില്ല ഇവിടെ. എല്ലാവരും പോയിട്ട് വരട്ടെ മോളെ. അവിടെ അമ്മയെ കാണാൻ പോകല്ലേ? അത് വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ടില്ല, പോയിട്ട് വരട്ടെ. എപ്പോഴും ഇങ്ങനെ അങ്ങ് പോകാൻ നോക്കുന്ന ആരാണ്? കഴിഞ്ഞ ആഴ്ചയിൽ അവൾ പോയതല്ലേ? അപ്പോൾ അത്യാവശ്യം ഉണ്ടായിരിക്കും, പോയിട്ട് വരട്ടെ. പോയിട്ട് ഇനി എന്ന് വരുമോ? വൈകുമ്പോൾ ഇങ്ങ് വരുമെന്നാ. ചോറും കറിയൊക്കെ വെച്ചിട്ടാണോ? എല്ലാം പണി തീർക്കും. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് കോട്ടയം വരെ ഒന്ന് പോവുകയൊക്കെ വേണം. അതിനിടയ്ക്ക് അവളും കൂടി ഇതായ പിന്നെ അമ്മ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരത്തില്ലേ? പോയിട്ട് വരട്ടെ. പറഞ്ഞിട്ടാണോ? ഞാനാണ് അമ്മയോട് പറഞ്ഞിട്ടാ പോരുന്നതും ഒക്കെ. അമ്മയോട് അവള് വന്ന് പറഞ്ഞോ അവള് വീട്ടിൽ വരെ പോവാണെന്ന് വരെ അമ്മയോട് പറഞ്ഞോ? ഞാൻ വീട് വരെ ഒന്ന് പൊക്കോട്ടെ, പോവാണേ. പോയിട്ട് വാങ്ങോ? എപ്പം വരും? ഞാൻ വൈകുന്നേരത്തേന് വരാം. എല്ലാം റെഡിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ ചോറും കറിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പോയിട്ട് ഞാൻ എന്നാ പോയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് വല്ലതൊക്കെ മേടിച്ചോട് പോകണം. പഴങ്ങളോ പൈസ കുറവാ, എന്നാലും വല്ലതൊക്കെ മേടിച്ചോട് പോകണം കേട്ടോ അമ്മയ്ക്ക്. വൈകുമ്പോഴത്തേക്ക് വരണം കേട്ടോ, സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ. അവൻ്റെ പൈസ മുഴുവൻ ഇങ്ങനെ ഓരോ തുണി എടുത്ത് അവൾ വീട്ടിൽ പോകുന്ന വഴി പറഞ്ഞ് തുണി മുഴുവൻ എടുത്ത് ഇങ്ങനെ ചിലവാക്കുക. അവള് സാരി എടുത്തു. ഞാനിവിടെ നിൽക്കരുത്, എനിക്കും കൂടെ ഇറങ്ങും. അവൻ്റെ പൈസയിലല്ലേ ഇതെടുത്തേക്കുന്നത്. ഒരു സാരി നമ്മളെ അവൾ എടുക്കട്ടെ, വല്ലപ്പോഴും ഒക്കെ അല്ലേ എടുക്കുന്നുള്ളൂ. ഒരു സാരി അവൾ എടുത്തോട്ടെ. എന്നാലും അവൻ്റെ പൈസയൊക്കെ എന്താ? അപ്പോൾ എനിക്ക് കൂടെ ഒരെണ്ണം മേടിക്കത്തില്ലായിരുന്നു. ഞാനാണേ മേടിക്കുമ്പോൾ ചിന്തിച്ച് കാണത്തില്ലായിരിക്കും. ഞാൻ മേടിക്കുമ്പോൾ 2 പേർക്കും കൂടെ അതാതെ മേടിക്കത്തുള്ളൂ. അതാ ഞാൻ എനിക്ക് തന്നെയായിട്ട് മേടിച്ചു തരാം, ഞാൻ പറയാം. ഇപ്പൊ അതായത് അവളുടെ കാര്യം മാത്രമല്ല നോക്കിയുള്ളൂ. ഇത്രയേ ഉള്ളൂ, അവളുടെ കാര്യം നോക്കുക. ഇത് ഞാൻ കൂടെ വെച്ചേക്കാം, ഇരുന്നിടത്ത് തന്നെ വെച്ചേക്കാം. കാണിക്കാതെ കൊണ്ട് പാത്ത് വെച്ചതാ. അമ്മ കണ്ടല്ലോ ഇത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു സാരി എടുത്തു തന്നെ, കൊച്ചച്ഛൻ്റെ മകനെ. നല്ലതാണോ? നല്ല കാര്യമാണല്ലോ മോനെ. എല്ലാവർക്കും എടുത്തേ. കൊച്ചച്ഛൻ്റെ മകനെ ഗൾഫിൽ നിന്ന് വന്നതാണോ? അപ്പോൾ എനിക്ക് പറഞ്ഞ എടുത്തു വന്നു. അപ്പം ഞാൻ വരുന്ന വഴിക്ക് അമ്മേനെ ആദ്യം കാണിച്ചത്. അവന് മോനെടുത്ത് തന്നില്ലേ ഒന്നും? മോനൊന്നും എടുത്തു തന്നില്ല അമ്മ. അവർ പോകാറാകുമ്പോഴത്തേനും തരാമെന്ന്. ഇപ്പോൾ ഞാൻ ഇന്നലെ തുണിക്കടയിൽ പോയപ്പോൾ ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ. പോയപ്പോൾ എനിക്ക് എടുത്തു തന്നു. ബാക്കി കുറച്ച് പേർ കൂടി എടുത്തു. ഇനി ബാക്കിയുള്ളവർക്കൊക്കെ അവർ പോകാറാകുമ്പോഴത്തേനും എടുക്കും. അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മേനെ കാണാനായിട്ട്. ചിലപ്പം വല്ലതും കൊണ്ടുവരുമായിരിക്കും. ഞാൻ ചെന്നോണ്ട് എന്നെ തുണിക്കട ചെന്നപ്പോൾ എങ്ങനെ ഒന്നും എടുത്തു തരാതെ പോരുന്ന, അതുകൊണ്ട് എനിക്ക് എടുത്തു തന്നതാ. ഇഷ്ടപ്പെട്ടോ? നല്ല കാര്യമാണ്, നല്ല കാര്യമുള്ള കാര്യം. അമ്മ എടുത്തോ? മോൾ ഉടുക്കാം, അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഞാൻ ഉടുത്തോളാം. സാരി ഉടുക്കുന്നതിനോടൊന്നും വലിയ തൃപ്തിയില്ല. പോകുമ്പോൾ ഞാൻ ഉടുത്തോളാം. നല്ല കോട്ടക്കാരിയാണ്, വില ഞാൻ ഉടുത്തോളാം. മോളെ കൊണ്ട് വയ്യ. ബ്ലൗസ് തയ്പ്പിക്കണ്ടേ അന്നേരം? ബ്ലൗസൊക്കെ നമുക്ക് എടുക്കണ്ടേ? ഇല്ല, ഇതെല്ലാം ഉണ്ട് ബ്ലൗസ്. ഉണ്ടോ? നമുക്ക് മുറിച്ച് തയ്ക്കാൻ കൊടുക്കാം.
അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ആ, അമ്മയുടെ മക്കൾ വരുമ്പോൾ എടുത്തൊന്നും കൊടുത്തേക്കരുത്. അതൊന്നും കൊടുക്കത്തൊന്നുമില്ല. പിന്നെ എൻ്റെ ഇങ്ങനത്തെ മക്കളും മരുമക്കളും ഒക്കെ നിങ്ങളുടെ എവിടെയെങ്ങാനും ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നാത്തൂമാരും ഇത് കൂട്ടി തളിപ്പിക്കാനുള്ള മരുമക്കളും ഒക്കെ. ആ, ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു. നമസ്കാരം. അന്നി പറയാതെ കൊച്ചുങ്ങൾ പോയി.